നോ ലോജിക് ഒൺലി മാഡ്നസ് എന്നാണ് പടത്തിന്റെ ടാഗ്ലൈൻ. പക്ഷേ നോ സ്റ്റോറി, നോ ഇമോഷൻസ്, നോ ഗുഡ് ക്യാരക്ടേഴ്സ്, ജസ്റ്റ് റിഫറൻസ് ആൻഡ് എ ഗുഡ് മാർക്കറ്റിംഗ് മെത്തേഡ് ടു എക്സ്പ്ലോയിറ്റ് അന്തം ഫാൻസ്. അതാണ് മോഹൻലാലിന്റെ ആറാട്ടിൽ ദിലീപ് നായകനായി വന്നിട്ട് മോഹൻലാൽ അതിൽ സഹനടനായിട്ട് അഭിനയിച്ച് വിജയുടെ ഗില്ലി വണ്ടി ഓടുന്ന വഴിയിലൂടെ അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി സ്റ്റൈലിൽ എടുക്കാൻ നോക്കിയ ഒരു പടമാണ്. പക്ഷേ പാളിപ്പോയി. ഈ സിനിമയിൽ ദിലീപിന്റെ കഥാപാത്രം തന്നെ പറയുന്നുണ്ട്, എനിക്കാണ് ഭ്രാന്ത് എന്നാണ് കരുതിയത്, പക്ഷെ എന്നേക്കാൾ ഭ്രാന്തുള്ളവരാണ് ഈ ഫാൻസുകാരെന്ന് മനസ്സിലായി എന്ന്. സോ അത്തരത്തിലുള്ള അന്തം ഫാൻസിന് വേണ്ടിയുള്ള ഒരു പടമാണിത്. അന്തങ്ങൾക്ക് ഭ്രാന്താണെന്ന് പടം തന്നെ ട്രോൾ ചെയ്തിട്ട് മനസ്സിലാകാത്ത മണ്ടന്മാർക്ക് വേണ്ടിയുള്ള സിനിമ എന്ന് പറയാം. അവരുടെ ഈ ഒരു അന്തമായ ആരാധന, അതിപ്പം ജസ്റ്റ് ദിലീപിന്റെ മാത്രമല്ല കേട്ടോ, മോഹൻലാൽ, വിജയ് എന്നിവരുടെയൊക്കെ അന്തം ഫാൻസിന്റെ ആരാധന മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഹിറ്റ് അടിക്കുക എന്നുള്ള ഒരു കിടിലൻ മാർക്കറ്റിംഗ് തന്ത്രമാണ് ഈ സിനിമയിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ആക്ടേഴ്സ് ആരും അഭിനയിച്ച് കഷ്ടപ്പെട്ടിട്ടില്ല. ദിലീപായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്, മോഹൻലാലായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പടത്തിലെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ ദിലീപിന് ഇന്റർവ്യൂവിൽ പറയാൻ വേണ്ടി ബാക്കി വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ദിലീപിന്റെ ഫാൻസിന് നാട്ടുകാരോട് മുഴുവനായിട്ട് പറയാനുള്ള ചില കാര്യങ്ങളായിട്ടൊക്കെ എനിക്ക് തോന്നി. ലൈക്ക് ഒരവസരം കൂടി കൊടുക്കാന്നല്ലേ, നിന്നെ പോലെ എത്ര പയ്യന്മാരെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു, അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് ഈ സീസൺ ഞങ്ങള് തൂക്കി. അതെ, ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് പടക്കത്തിന് നല്ല ചാൻസ് ഉണ്ട്. സോ ആകമൊത്തം ടോട്ടലിൽ ഭയഭക്തി ബഹുമാനം, അത് ഷോർട്ട് ഫോമിൽ ഈ ക്രീപ്പ ആണ് എന്ന് പറയാം. അതായത് ഇജ്ജാതി ക്രിഞ്ച് പടം. പിന്നെ ഈ പടത്തിന്റെ വരി കിട്ടുക കേട്ടോ, ക്രിഞ്ച് കഥ പിള്ളേർ സൊല്ലവാ അലുകുലുത്ത് തട്ടിക്കുട്ട് സ്ക്രിപ്റ്റ് ബൈ നൂറിൻ, അത് കണ്ട് ക്ലാപ്പ് ചെയ്യാൻ വെളിവില്ല ഫാൻ. തെലുങ്കില് ബാലയുടെ പടങ്ങളെയൊക്കെ ട്രോളി മലയാളത്തിൽ മികച്ച സിനിമകൾ മാത്രമേ വരികയുള്ളൂ എന്ന് കരുതുന്ന നമ്മൾ പ്രബുദ്ധ മലയാളികളുടെ ചെകിട്ടത്ത് കിട്ടിയ അടിയാണ്. നല്ല ബെസ്റ്റ് പേര്.